ചില ദിവസങ്ങൾ അങ്ങനെയാണ്. എത്ര ശ്രമിച്ചാലും ഒരു ഉന്മേഷം തോന്നില്ല. ഓഫീസിലെ ടെൻഷൻ, പഠിത്തത്തിൻ്റെ ഭാരം, അല്ലെങ്കിൽ വെറുതെ ഒരു കാരണവുമില്ലാത്ത ഒരു തരം മടുപ്പ്. ഈ സമയത്ത് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒന്നില്ലേ, നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കണമെന്ന്, ആ പഴയ സന്തോഷം ഒന്ന് തിരികെ വന്നിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഒരു മാജിക് ഉണ്ട്. ചിലപ്പോൾ ആ മാജിക് ഒരു കഷ്ണം ചോക്ലേറ്റിൻ്റെ രൂപത്തിലാവാം. അതെ, ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മധുരവും നേരിയ കയ്പും കലർന്ന ആ രുചി. അത് നമ്മുടെ ചുണ്ടിൽ ഒരു ചിരി വിരിയിക്കും, നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കും. ഇതൊരു വെറും തോന്നലാണോ, അതോ ചോക്ലേറ്റിന് ശരിക്കും നമ്മുടെ മൂഡ് മാറ്റാൻ കഴിവുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത്? ഇതിൻ്റെ പിന്നിൽ ശാസ്ത്രീയവും മനഃശാസ്ത്രപരമായ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇത് പരിശോധിക്കാം. നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കടിഞ്ഞാൺ ഒരു പരിധിവരെ നമ്മുടെ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ കയ്യിലാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് ശാസ്ത്രീയമായി വിളിക്കുന്ന ഈ ഹാപ്പി കെമിക്കൽസിനെ ഉത്തേജിപ്പിക്കാൻ ചോക്ലേറ്റിനൊരു പ്രത്യേക കഴിവുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നന്നായി വ്യായാമം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം തോന്നാറില്ലേ? അതിന് കാരണം എൻഡോർഫിനുകളാണ്. നമ്മുടെ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന വേദന സംഹാരികളും സന്തോഷം നൽകുന്നവയുമാണിവ. ചോക്ലേറ്റ് പോലുള്ള ഇഷ്ടവിഭവങ്ങൾ കഴിക്കുമ്പോഴും നമ്മുടെ തലച്ചോർ എൻഡോർഫിനുകൾ പുറത്തുവിടും. ഇത് നമുക്ക് തൽക്ഷണം ഒരു സുഖവും ആശ്വാസവും നൽകുന്നു. വേദനയുടെയും മാനസിക പിരിമുറുക്കത്തിൻ്റെയും കാഠിന്യം കുറയ്ക്കാൻ ഈ എൻഡോർഫിനുകൾ സഹായിക്കും. സെറാട്ടോണിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മാനസികാവസ്ഥ, ഉറക്കം, വിശപ്പ് എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്കുണ്ട്. സെറാട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വിഷാദവും ഉത്കണ്ഠയും ഒക്കെ തോന്നുന്നത്. ഇവിടെയാണ് ചോക്ലേറ്റ് ഒരു ഹീറോ ആകുന്നത്. ചോക്ലേറ്റിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ട്രിപ്റ്റോഫാൻ ഉപയോഗിച്ചാണ് നമ്മുടെ തലച്ചോർ സെറാട്ടോണിൻ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഒരു കഷ്ണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ തലച്ചോറിന് സന്തോഷം നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തു നൽകുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴോ തലച്ചോർ നമുക്ക് നൽകുന്ന ഒരു റിവാർഡാണ് ഡോപ്പമിൻ. ഇത് നമുക്ക് സംതൃപ്തിയും പ്രചോദനവും നൽകുന്നു. ചോക്ലേറ്റ് കാണുമ്പോഴും അതിൻ്റെ ഗന്ധം ശ്വസിക്കുമ്പോഴും ആദ്യത്തെ കഷ്ണം കഴിക്കുമ്പോഴും നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ഉണരും. ഡോപ്പമിൻ പ്രവഹിക്കാൻ തുടങ്ങും. ഇതൊരു നല്ല കാര്യമാണ്, ഇത് വീണ്ടും ചെയ്യണം എന്ന് തലച്ചോർ നമ്മളോട് പറയും. ഈ സുഖകരമായ അനുഭവം നമ്മളെ വീണ്ടും ചോക്ലേറ്റിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ്. നമ്മൾ പ്രണയത്തിലാകുമ്പോൾ തലച്ചോറിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തുവാണ് ഫിനൈൽ ഈഥൈൽ അമീൻ അഥവാ PEA. ഇത് നമുക്ക് ആവേശവും ഉത്സാഹവും ഒരു പ്രത്യേക അനുഭവവും നൽകുന്നു. മറ്റേതൊരു ഭക്ഷണ പദാർത്ഥത്തെക്കാളും കൂടുതൽ PEA അടങ്ങിയിട്ടുള്ളത് ചോക്ലേറ്റിലാണ്. അതുകൊണ്ടാണ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ പ്രണയത്തിലാകുമ്പോഴുള്ളതിന് സമാനമായ ഒരു സന്തോഷം ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നത്. ഇതിനെ ലവ് കെമിക്കൽ എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനാവില്ല എന്നും ചിലർ പറയാറുണ്ട്. ഹാപ്പി കെമിക്കൽസിനെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ചില ഘടകങ്ങളും നമ്മുടെ മൂഡ് മെച്ചപ്പെടുത്താൻ നേരിട്ട് സഹായിക്കുന്നുണ്ട്. ചോക്ലേറ്റിൽ കഫീൻ ചെറിയ അളവിലുണ്ടെങ്കിലും അതിലെ പ്രധാന ഉത്തേജകം തിയോബ്രോമിൻ ആണ്. കഫീൻ പോലെ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കുന്ന ഉണർവല്ല ഇത് നൽകുന്നത്, മറിച്ച് വളരെ ശാന്തവും എന്നാൽ ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ ഒരു ഊർജ്ജസ്വലതയാണ് തിയോബ്രോമിൻ തരുന്നത്. ഇത് നമ്മുടെ ഹൃദയമിടിപ്പ് നേരിയ തോതിൽ വർദ്ധിപ്പിക്കുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യും. ഇത് ശരീരത്തിന് ഒരു റിലാക്സേഷൻ നൽകാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും. കാപ്പി കുടിക്കുമ്പോഴുള്ള വെപ്രാളമില്ലാതെ തന്നെ ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കും. കൊക്കോയിൽ, പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഫ്ലേവനോയിഡുകൾ. ഇവയുടെ പ്രധാന ഗുണം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും എന്നതാണ്. തലച്ചോറിലേക്ക് കൂടുതൽ രക്തം എത്തുന്നതിനർത്ഥം കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തുന്നു എന്നതാണ്. ഇത് നമ്മുടെ ഓർമ്മശക്തി, ശ്രദ്ധ, ചിന്താശേഷി എന്നിവയെല്ലാം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനം സുഗമമാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കൂടുതൽ ശാന്തതയും സംതൃപ്തിയും അനുഭവപ്പെടും. ചോക്ലേറ്റ് നൽകുന്ന സന്തോഷത്തിന് രാസപരമായ കാരണങ്ങൾ മാത്രമല്ല ഉള്ളത്, നമ്മുടെ മനസ്സും ഓർമ്മകളും ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചോക്ലേറ്റ് നമുക്ക് വെറുമൊരു മധുര പലഹാരമല്ല, അതൊരു അനുഭവമാണ്. ആലോചിച്ച് നോക്കൂ, ചോക്ലേറ്റിൻ്റെ പാക്കറ്റ് തുറക്കുമ്പോഴുള്ള ആ ശബ്ദം, പുറത്തേക്ക് വരുന്ന ആ പ്രത്യേക ഗന്ധം, കയ്യിലെടുക്കുമ്പോഴുള്ള ആ മിനുസം, ക്ലിക്ക് എന്ന ശബ്ദത്തോടെ ഒരു കഷ്ണം നമ്മൾ ഒടിക്കുന്നത്, വായിലിട്ടാൽ അത് പതിയെ അലിഞ്ഞു തുടങ്ങുമ്പോൾ നാവിൽ പടരുന്ന ആ സങ്കീർണമായ രുചി. ഓരോ നിമിഷവും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ഉത്സവമാണ്.
ഈ അനുഭവം തന്നെ നമ്മുടെ മനസ്സിനെ ടെൻഷനുകളിൽ നിന്ന് മാറ്റി ഒരു നിമിഷത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമാക്കും. ചോക്ലേറ്റ് നമ്മളിൽ പലർക്കും ഒരു കംഫർട്ട് ഫുഡാണെന്ന് പറയാം. നമ്മുടെ നല്ല ഓർമ്മകളുമായി അതിന് അഭേദ്യമായ ബന്ധമുണ്ട്. കുട്ടിക്കാലത്തെ പിറന്നാൾ ആഘോഷങ്ങൾ, പരീക്ഷയിലെ വിജയം, വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ തന്ന ആശ്വാസം, ആഘോഷവേളകളിലെ സമ്മാനപ്പൊതികൾ, ഇവയിലെല്ലാം ചോക്ലേറ്റിനൊരു സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു കഷ്ണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ സന്തോഷകരമായ ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കും. ആ ഗൃഹാതുരത്വം നൽകുന്ന ഒരു സുഖമുണ്ട്, അത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടി മാത്രമായി ഒരു നിമിഷം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. ഒരു കഷ്ണം ചോക്ലേറ്റ് കഴിക്കുന്നത് അങ്ങനെയൊരു നിമിഷമാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ രുചിയിൽ മാത്രം ശ്രദ്ധിച്ച് അത് ആസ്വദിക്കുന്നത് ഒരുതരം മൈൻഡ്ഫുൾനെസ് ആണ്. ഞാൻ എനിക്ക് വേണ്ടി ഈ സന്തോഷം നൽകുന്നു എന്നൊരു ചിന്ത അതിലുണ്ട്. ഈ ചെറിയ പ്രവൃത്തി പോലും നമ്മുടെ മാനസികാരോഗ്യത്തിന് വലിയ ഉത്തേജനം നൽകും. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു കഷ്ണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ കഴിക്കുന്നത് വെറുമൊരു മധുരമല്ല, നിങ്ങളുടെ തലച്ചോറിന് സന്തോഷം നൽകുന്ന എൻഡോർഫിനുകളുടെയും സെറാട്ടോണിൻ്റെയും ഒരു ഡോസാണ്. നിങ്ങളുടെ ഞരമ്പുകളെ ശാന്തമാക്കുന്ന തിയോബ്രോമിനാണ്. പ്രണയത്തിൻ്റെ ഓർമ്മ നൽകുന്ന PA ആണ്. അതിലുമുപരി നിങ്ങളുടെ നല്ല ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്ന, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ നൽകുന്ന ഒരു സമ്മാനമാണിത്. തീർച്ചയായും എന്തും അധികമായാൽ അമൃതം വിഷമാണ്. അതുകൊണ്ട് മിതമായ അളവിൽ, പ്രത്യേകിച്ച് കൊക്കോയുടെ അംശം കൂടുതലുള്ള നല്ല നിലവാരമുള്ള ഡാർക്ക് ചോക്ലേറ്റ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ജീവിതത്തിലെ ചെറിയ വിഷമങ്ങൾ നിങ്ങളെ തളർത്തുമ്പോൾ ഒന്നിനും ഒരു മൂഡ് തോന്നുന്നില്ലെങ്കിൽ ഒരു കഷ്ണം ചോക്ലേറ്റ് എടുക്കുക. അത് സാവധാനം ആസ്വദിക്കുക. ഓർക്കുക, ചിലപ്പോൾ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിലാണ്.